ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്വന്തം അമ്മ നിർമ്മലയാണെന്നുള്ള സത്യം ഗൗതം അറിയാൻ കേട്ടോ. അതോടുകൂടി നിധിയുടെ കാര്യത്തിൽ തീരുമാനമാവുന്ന ആ ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ CKCയെ കൊണ്ട് നിർമ്മലയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരികയാണ്. നിർമ്മല ആകെ പെട്ടുപോവാണ് കേട്ടോ. നിർമ്മല ഒരു ദിവസം പുറത്തു പോകുമ്പോൾ CKCയുടെ ഗുണ്ടകൾ നിർമ്മലയെ വളഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനിടയ്ക്ക് നിർമ്മലയ്ക്ക് അപകടം പറ്റി. നിർമ്മല വീണ്ടും ആളുകൾ കൂടി നിർമ്മലയെ ഹോസ്പിറ്റലിൽ എത്തിക്കുക കേട്ടോ. എന്നാൽ ഈ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗൗതമും അതുപോലെ തന്നെ നിധിയും അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഇതിനു മുന്നേ ഒരുപാട് പ്രാവശ്യം നിധിയോട് നിർമ്മല എങ്ങനെ പറയുന്നുണ്ട്, എൻ്റെ മകൻ സ്വന്തം മകനായ എൻ്റെ മകനെ നീ എനിക്ക് വിട്ടു തരുമോ, അവനോടൊന്ന് സത്യങ്ങൾ തുറന്ന് പറയുമോ എന്ന് പലവട്ടങ്ങളായി പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ നിധി പാറുവിനെ പേടിച്ചിട്ട് നിർമ്മല ഗൗതമിൻ്റെ സ്വന്തം അമ്മയാണെന്ന് പറയുന്നില്ല കേട്ടോ. കാരണം പല തടസ്സങ്ങൾ അവിടെ പാറുവിനോട് പറയാണ്. പാറു നിധിയോട് പറയാണ്, നീ അത് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മരണമായിരിക്കും എന്ന ഭീഷണി കൊണ്ട് തന്നെ താൻ ഇന്ന് ഈ വീട്ടിലിവിടെ നിൽക്കാനുള്ള കാരണക്കാരി, ഇവിടെ എത്താനുള്ള കാരണക്കാരി സ്വന്തം അമ്മയെ പോലെ പാറു തന്നെ നോക്കിയത് കൊണ്ട് തന്നെ പാറുവിനെ വഞ്ചിക്കാൻ തൻ്റെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പാറു ഇപ്പോൾ ഗൗതമിനോട് സംസാരിക്കാൻ ഒരുങ്ങുകയാണെങ്കിലും അവിടെ കണ്ണും ഒക്കെ ഇട്ട് കാണിച്ച് നിധിയെ തടസ്സപ്പെടുത്തുകയാണ് കേട്ടോ. അങ്ങനെ വീണ്ടും നിർമ്മല ഹോസ്പിറ്റലാവാണ്. അങ്ങനെ നിർമ്മലയെ കാണാൻ വേണ്ടിയിട്ട് നിധിയും ഗൗതമും ഓടിയെത്തുകയാണ്. ആ സമയം നിധിക്കാണെങ്കിൽ സങ്കടം സഹിക്കില്ല കേട്ടോ. അങ്ങനെ നിധി നിർമ്മലാമ്മയെ വീണ്ടും നിർമ്മലാമ്മക്ക് സുഖമില്ലാതായില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, അത് സാരമില്ല, അത് ഈ അസുഖത്തിൻ്റെ ഭാഗമല്ല, ഞാൻ ചെയ്ത തെറ്റിന് ഈശ്വരൻ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുകയാണ്, അത് കുഴപ്പമില്ല, എനിക്ക് ഈ ഒരു തെറ്റ് സംഭവിച്ചു, അത് സത്യം തന്നെയാണ്, അതൊന്നും നോക്കേണ്ട എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയും, എന്തിനാ നിർമ്മലാമ്മ ഇങ്ങനെ ടെൻഷനാവുന്നത്, ഈ അസുഖം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, നമുക്ക് മാറ്റിയെടുക്കാം നിർമ്മലാമ്മ, ഏത് ഹോസ്പിറ്റലും ഞാൻ കൊണ്ടുപോയിക്കോളാം, നിർമ്മലാമ്മ ടെൻഷൻ ആവണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സിസ്റ്റർ വരുന്നു കേട്ടോ. അപ്പോൾ സിസ്റ്റർ പറയാണ്, ഇവർക്കുള്ള കുറച്ച് മരുന്ന് വാങ്ങാനുണ്ട്, അതൊന്ന് വാങ്ങി വരാവോ എന്ന് സിസ്റ്റർ ചോദിക്കുകയാണ് കേട്ടോ. ആ സമയം നിധി പോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം പറയണേ, നീ നിർമ്മലാമ്മയുടെ അടുത്ത് നിൽക്ക്, ഞാൻ എന്തായാലും കുറച്ച് മരുന്ന് വാങ്ങിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പോവുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിർമ്മലാമ്മയുടെ അടുത്ത് നിന്നും പെട്ടെന്ന് ഗൗതം അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ നിധി ഇങ്ങനെ പൊട്ടി കരയാൻ കേട്ടോ. ആ സമയം നിർമ്മല ചോദിക്കുകയാണ്, എന്തിനാ നിധി നീ കരയുന്നത്, അതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉണ്ടായത്, എന്നാലും എൻ്റെ നിർമ്മലാമ്മയുടെ അസുഖമൊക്കെ മാറി തുടങ്ങുകയായിരുന്നു, വീണ്ടും ആ CKCയുടെ കൈകളിൽ നിർമ്മലാമ്മ അകപ്പെട്ടൂലേ, ഇപ്പോൾ വീണ്ടും ഇങ്ങനെയൊക്കെ ടെൻഷൻ അനുഭവിച്ചത് കൊണ്ടാണോ നിർമ്മലാമ്മയ്ക്ക് ഈ അസുഖം വന്നത്, എന്തായാലും എൻ്റെ പൊന്നു നിർമ്മലാമ്മ, ഞാനൊരു കാര്യം പറയട്ടെ, എന്നോട് നിങ്ങൾ മാപ്പ് നൽകണമെന്ന് പറയട്ടോ. അപ്പോഴേക്കും ഇവിടെ ഗൗതം ഇങ്ങനെ മരുന്നൊക്കെ വാങ്ങി പതിയെ ഇങ്ങനെ ഈ ഒരു റൂമിന് അരികിലോട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും നിധിക്കറിയില്ല. അപ്പം നിർമ്മല പറയാണ്, എന്തിനാ ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നത്, എൻ്റെ മോളല്ലേ എനിക്ക് ഈ ഒരു ജീവനും ജീവിതമൊക്കെ തന്നത്, എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ഒരുപാട് കാലം നിൽക്കാനുള്ള ആ ഒരു അവസരമൊക്കെ നീയല്ലേ ഉണ്ടാക്കി തന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന നിധി പറയാണ്, എൻ്റെ നിർമ്മലാമ്മേ, നിങ്ങൾ ഇങ്ങനെയൊന്നും സങ്കടപ്പെടാതെ, നിങ്ങൾ ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് എൻ്റെ ഉള്ളിലുള്ള സങ്കടം നിങ്ങൾ ഒതുക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മാറില്ല നിർമ്മലാമ്മേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വീണ്ടും നിധി ഈ ഒരു വാക്ക് ആവർത്തിക്കുമ്പോൾ നിർമ്മല പറയാണ്, നീ എന്തിനാ മോളെ വെറുതെ ആവശ്യമില്ലാതെ കരയുന്നത്, എനിക്കറിയാം നിൻ്റെ നിസ്സഹായാവസ്ഥ, ഞാൻ ഒരിക്കലും നിന്നെ കുറ്റപ്പെടുത്തില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ആരുമില്ല, എൻ്റെ മകൻ എവിടെ, എൻ്റെ മകനെ എങ്ങനെ ഞാൻ കണ്ടെത്തും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നീ എൻ്റെ അരികിലോട്ട് എൻ്റെ മകൻ്റെ അമ്മയായി എന്നെ തേടി വന്ന് എന്നോട് സത്യങ്ങൾ തുറന്നു പറഞ്ഞു. പിന്നീട് നീ എന്നെ ഈശ്വരമംഗലത്തോട്ട് കൊണ്ടുപോയി അവിടെ ഒരുപാട് കാലം എൻ്റെ മകൻ്റെ കൂടെ സ്വന്തം മകനായി കാണാനും നിൽക്കാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടായില്ലേ. അപ്പോഴും ഗൗതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗൗതം അതൊന്നും കേൾക്കുന്നില്ല. ഗൗതം എത്താറാവുന്നുള്ളൂ കേട്ടോ. അപ്പം നിധി പറയണം, അതൊക്കെ ഞാൻ ചെയ്തു തന്നു, പക്ഷേ ഇപ്പോൾ നിർമ്മലാമ്മ മരണത്തോട് മല്ലടിക്കുന്ന ഈ സമയം
സമയത്തും നിർമ്മലമ്മയോട് ഞാൻ വലിയൊരു തെറ്റല്ലേ ചെയ്യുന്നത്. അത് കേൾക്കുന്ന നിർമ്മല പറയണ, എനിക്കറിയാം മോളെ, പാറു നിന്നെ തടയുന്നുണ്ടാവുന്ന, നീ പാറുവിനെ വിഷമിപ്പിക്കരുത്. കാരണം ഞാൻ എന്തായാലും മരിക്കാൻ പോവുകയാണ്, ഞാൻ മരിച്ചോട്ടെ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ കുഞ്ഞ് യാതൊരുവിധ കഷ്ടപ്പാടും ദുരിതവും അനുഭവിക്കാൻ പാടില്ല. അവന് നല്ല സുഖത്തോടു കൂടി ഇന്ന് ജീവിക്കുന്നുണ്ടല്ലോ. അതിനൊക്കെ കാരണം പറയണമെങ്കിൽ പാറുവിനോട് തന്നെയല്ലേ ഞാൻ നന്ദി പറയേണ്ടത്. പാറു ഇല്ലേ എൻ്റെ കുഞ്ഞിനെ, ഞാൻ അവന് വേണ്ടെന്ന് വെച്ച് പോയ ഈ സമയം, അവൾ പറയുന്നതിൽ സത്യമുണ്ടല്ലോ. ഞാൻ വേണ്ടെന്ന് വെച്ച് പോയ ആ സമയം ഞാൻ അവനെ അനാഥമന്ദിരത്തിൽ ഇടുകയാണെങ്കിൽ ഇന്നെൻ്റെ ഗൗതം ഇത്ര വലിയ ഉയരങ്ങളിലോട്ട് ഒരിക്കലും എത്തില്ല. ഇത്രയും വലിയ ഉയരങ്ങളിൽ എത്തിയതും എൻ്റെ പാറു തന്നെയാണ് അവനെ അങ്ങോട്ട് എത്തിച്ചത്. അപ്പം അതുകൊണ്ട് അവൾ പറയുന്നതിലും കാര്യമുണ്ട്. അപ്പോൾ അവൻ്റെ അമ്മയെ അവനെ അറിയണ്ട എന്നുണ്ടെങ്കിൽ അറിയണ്ട, അവളുടെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് പറയുമ്പോൾ നിധി അങ്ങ് തേങ്ങി തേങ്ങി കരയണം കേട്ടോ. നിധി പറയണേ, എൻ്റെ പൊന്നു നിർമ്മലാമ്മ, നിങ്ങളുടെ മനസ്സ് ഇത്രത്തോളം ചെറുതായി പോയല്ലോ. നിങ്ങളുടെ സ്വന്തം മകൻ നിങ്ങളുടെ കൺമുന്നിൽ ഉണ്ടായിട്ടും നിങ്ങൾ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു നിങ്ങളുടെ മകനെ കൊണ്ട് അമ്മ എന്നുള്ള വാക്ക് വിളിപ്പിക്കണം. അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതം എന്താ ഇപ്പോൾ ഈ പറയുന്നത് എന്നുള്ള ആ ഒരു അവസ്ഥയിൽ ഇടനെഞ്ച് പൊട്ടുന്ന വേദനയുമായി ഗൗതം അവിടെ ഷോക്കടിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ ഉടനെ നിധി പറയണേ, നിങ്ങളാണ് ഗൗതമിൻ്റെ അമ്മ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഗൗതം തകർന്നു പോകും. ആ സത്യം ഗൗതമിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് പറയാൻ വിലങ്ങുണ്ട്. അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും ഗൗതമിൻ്റെ അമ്മ നിങ്ങളാണെന്ന് പലതവണ ആഗ്രഹിച്ചിട്ടുണ്ട്. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിർമ്മലാമ്മയെ പോലെ ഒരു അമ്മയെ എനിക്ക് കിട്ടിയെങ്കിൽ തീർച്ചയായും എൻ്റെ ജീവിതം സ്വർഗ്ഗതുല്യമായിരുന്നു എന്ന് അവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അവരുടെ മകൻ ഞാനായിരുന്നെങ്കിൽ എന്ന് എന്നോട് അവർ ഈ പറയുന്ന ഗൗതം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സമയമൊക്കെ എൻ്റെ ഉള്ളു വിങ്ങുകയായിരുന്നു. എനിക്ക് നിർമ്മലാമ്മയാണ് ഗൗതമിൻ്റെ സ്വന്തം അമ്മ എന്ന് എനിക്ക് ഈ ലോകത്തോട് വിളിച്ച് പറയണം. പക്ഷെ അത് പറയാൻ കഴിയുന്നില്ല. വേണ്ട, ലോകത്തോട് വിളിച്ച് പറയണ്ട, ഗൗതമിനോട് പറയണമെന്നുണ്ട് എന്നൊക്കെ പറയണോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ഗൗതം അങ്ങ് ഷോക്കടിച്ചതുപോലെ ആവാണ്. പിന്നീട് ഗൗതം പൊട്ടിക്കരഞ്ഞും കൊണ്ട് ഗൗതം അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ. എന്നാൽ ആ സമയം സിസ്റ്റർ അങ്ങോട്ടേക്ക് കടന്നു വരികയാണ്. സിസ്റ്റർ ചോദിക്കുകയാണ്, അല്ല, ഇവർക്ക് കൊടുക്കാനുള്ള മരുന്ന് ഇതുവരെ നിങ്ങൾ വാങ്ങിച്ചില്ലേ? അപ്പോൾ ഉടൻ തന്നെ നിർമ്മല ചോദിക്കുകയാണ്, ശരിയാണല്ലോ, എൻ്റെ മോനെ എവിടെ പോയി? എൻ്റെ മോനെ നീ തിരഞ്ഞു എൻ്റെ മോനെ കാണുന്നില്ലല്ലോ, അവനെ എനിക്ക് മരുന്നുമായി ഓടിയെത്തേണ്ട സമയം എപ്പോഴോ കഴിഞ്ഞല്ലോ എന്ന് നിർമ്മല പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നിധിയാണെങ്കിലോ ഗൗതമിനെ തിരക്കി പോവാണ്. പക്ഷേ അവിടെ എങ്ങും ഗൗതമിനെ കാണുന്നില്ല. മെഡിക്കൽ സ്റ്റോറിൻ്റെ ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട്, പക്ഷേ അവിടെയും ഗൗതമിനെ കാണുന്നില്ല. ഇതേ സമയം ആ വരാന്തയിലൂടെയൊക്കെ നിധി ഗൗതമിനെ തിരഞ്ഞു നോക്കുകയാണ്, പക്ഷെ ഗൗതമിനെ കാണുന്നില്ല. എന്നാൽ തൻ്റെ ഉള്ളിൽ ഒരു പിടപ്പ് വരികയാണ് കേട്ടോ, ഒരു പിടച്ചിൽ വരികയാണ്. കാരണം CKC അയാൾ വീണ്ടും എൻ്റെ ഗൗതമിനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാകുമോ എന്ന പേടിയിൽ നിധി പുറത്തോട്ട് ഓടി വരുമ്പോൾ അവിടെ ചെറിയൊരു അമ്പലം പോലെ ഉണ്ടാവും കേട്ടോ. ഈ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ തന്നെ ഒരു അമ്പലമുണ്ടാവും. അപ്പോൾ അത് ഈ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടെ അങ്ങനെ ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ടൊരു ഏരിയ ഉണ്ടാവുമല്ലോ, അവിടെ ആയിരിക്കും ഒരു പക്ഷേ ഗൗതം മലയാളത്തിലുണ്ടാവുക കേട്ടോ. അങ്ങനെ ഈ ഒരു ഭാഗത്തോട്ട് ഗൗതം ഇങ്ങനെ നിന്ന് പൊട്ടി കരഞ്ഞ് താൻ ഒരു തരം മരവിച്ചതുപോലെ, ഒരു തരം തളർന്നതുപോലെ ഇങ്ങനെ നിലത്തിരിക്കുന്ന ഗൗതമിനെ ആയിരിക്കൂട്ടെ കാണുന്നത്. അത് കാണുന്ന നിധി, എന്താ ഗൗതമിന് എന്താ പറ്റിയത് എന്ന് പറഞ്ഞിട്ട് നിധി ഗൗതമിൻ്റെ അരികിലോട്ട് ഓടിച്ചെല്ലണം കേട്ടോ. ആ സമയം ഗൗതം നോക്കുന്നില്ല നിധിയെ. അപ്പം വീണ്ടും ഗൗതം എന്താ ഈ തറയിൽ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ ഗൗതമിന് പറ്റിയത്? ഗൗതം, നീ എന്നോട് തുറന്ന് പറ എന്ന് പറയുമ്പോൾ ഗൗതം ഒരു തരം ഭ്രാന്തന്മാർ നോക്കുന്നത് പോലെ, ഒരു തരം രാക്ഷസന്മാർ നോക്കുന്നത് പോലെ കണ്ണും തുറച്ച് നിധിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അത് കാണുന്ന നിധി ആകെ ഭയന്ന് പോവാണ്. ഇഷ്ടാത്തെന്താ എൻ്റെ ഗൗതം എന്നെ ഇങ്ങനെ നോക്കുന്നത്? അപ്പോഴേക്കും നിധി വീണ്ടും ഗൗതമിൻ്റെ തോളിൽ കൈവച്ച്, ഗൗതം എന്താ നീ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മാറി നിൽക്കടി അവിടെ നിന്നും എന്ന് പറഞ്ഞിട്ട് ഗൗതം നിധിയുടെ നേർക്കങ്ങ് ചൂടാവുകയാണ് കേട്ടോ. അത് കേൾക്കുന്നതിനോട് കൂടി നിധി പറയാണ്, എന്താ ഗൗതം എന്താ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ഗൗതം നിന്നോട് ഞാൻ ചെയ്തത്? എന്തിനാ ഗൗതം നീ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്? മാറി നിൽക്കടി അവിടെ നിന്നും, എൻ്റെ മുന്നിൽ നിന്നും. എടി കള്ളി, ഇത്രയും വലിയ വൃത്തികെട്ടവളാണെന്ന് ഞാൻ ഒരിക്കലും
നിന്നെ കരുതിയിട്ടില്ല. എൻ്റെ നിധി എന്ന് പറയുന്നത് എൻ്റെ അമൂല്യമാണെന്ന് കരുതിയ നീ എനിക്ക് ഇത്രയും വഞ്ചന ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതം, ഞാൻ എന്ത് തെറ്റാണ് ഗൗതമിനോട് ചെയ്തത്? അത് കേൾക്കുമ്പോൾ ഗൗതം പറയണ, എന്ത് തെറ്റ് നീ ചെയ്തില്ല എന്ന് നീ എന്നോട് നീ നിൻ്റെ മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. അത് കേൾക്കുന്ന നിധി പറയണ, ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അപ്പോൾ തന്നെ, നീ തെറ്റ് ചെയ്തില്ലേ? നീ എന്നോട് ഒരിക്കലും തെറ്റ് ചെയ്തില്ല നിന്ന് നിൻ്റെ മനസ്സാക്ഷി നിന്നോട് പറയുന്നുണ്ടോ എന്ന് പറയുമ്പോൾ നിധിക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടോ. അപ്പോൾ ഉടൻ തന്നെ നിധി ചോദിക്കാൻ, എന്താ ഗൗതം നിർമ്മലാമ്മ ആണ് എൻ്റെ അമ്മ, സ്വന്തം പെറ്റമ്മ, എന്നെ 10 മാസം എൻ്റെ ഉദരത്തിലിട്ട അമ്മ മരണത്തോട് മല്ലടിക്കുന്ന ഈ സമയം അവരുടെ മകനാണെന്നുള്ള സത്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? എന്തിനാടി നീ വസുന്ധരയേക്കാൾ വലിയ നിധിയായി മാറുന്നത്? വസുന്ധരയുടെ അതേ സ്വഭാവമല്ലേ നീ എടുക്കുന്നത്? നീ ഇത്ര ക്രൂരമാവരുത് കേട്ടോ. ഒരിക്കലും എൻ്റെ അമ്മയെ എൻ്റെ കൺമുന്നിലുണ്ടായിട്ടും ഒരു നോക്ക് കാണാൻ ഞാൻ എത്രയായി എൻ്റെ അമ്മയെ കാണാൻ വേണ്ടി ഞാൻ നടക്കുന്ന പാറുവും ഈ പറയുന്ന ഗോപിനാഥും എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എന്നറിഞ്ഞപ്പോൾ അന്ന് മുതൽ എന്നെ പ്രസവിച്ച ഒരു അമ്മയെ എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ടായിരുന്നു. അന്ന് നിന്നോട് ഞാൻ പറയൽ തുടങ്ങിയതല്ലേ. എന്നിട്ടും എൻ്റെ പെറ്റമ്മ എൻ്റെ കൺമുന്നിലുണ്ടായിട്ടും അവർ സ്വന്തം മകനെ തിരക്കി അവരിങ്ങനെ വിതുമ്പുമ്പോഴും അവരെ പോലും നീ തടഞ്ഞു നിർത്തി. എന്തിനാടി? എന്ത് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയാടി നീ എൻ്റെ അമ്മയെ, എൻ്റെ പെറ്റമ്മയെ എന്നിൽ നിന്നും നീ ഇങ്ങനെ മാറ്റിക്കൊണ്ടുപോകുന്ന? എന്താ അവർ ഈശ്വരമംഗലത്തെ പോലെ ഒരു വലിയ പണക്കാരിയല്ല എന്നുള്ളത് കൊണ്ടോ? എന്താണ് നിനക്ക് അവരോട് ഇത്ര വെറുപ്പ്? എന്നോട് എന്തിനാ നിനക്ക് ഇത്ര വെറുപ്പ്? ഞാൻ എന്താ ഈശ്വരമംഗലത്തെ കോടീശ്വരനാവില്ല എന്നുള്ള ആ ഒരു തോന്നൽ കൊണ്ടാണോ? വസുന്ധരയും ശിവാനിയൊക്കെ പറയുന്ന ആ ഒരു തോന്നലാണോടി നിനക്ക് എന്നൊക്കെ ചോദിച്ച് നിധിയുടെ നേർക്ക് ഗൗതം അങ്ങ് ദേഷ്യപ്പെടണം. അങ്ങനെ നിധി സത്യങ്ങൾ മറച്ചു വെച്ചതിന് ഗൗതം നിധിയോട് പിണങ്ങുന്നൊക്കെ വേണ്ടിയിട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇനി പാറുവിൻ്റെ നേർക്കാണ് ഗൗതം വിരൽ ചൂണ്ടുന്നത്. പാറുവിനെ ഒരു 1.5 ചോദ്യത്തോട് കൂടിയിട്ട് പാറുവിനോട് തടഞ്ഞു നിർത്തുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവ്യൂ കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ.